Okay, good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon all. നമ്മുടെ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ലാസ്റ്റ് ക്ലാസ്സിൽ ഡയറക്ടറി സ്റ്റാർട്ട് ചെയ്തു എന്നറിയാം. ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? What is importance of directory management ആണോ? What is the importance of directory management? ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. എടുക്കാൻ ഏതാണ് എക്സാമ്പിൾസ്? എക്സാമ്പിൾ വരെ എടുത്ത് Example of different types അവിടെ വരെ എടുക്കും. ടൈപ്സ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ടൈപ്സുകളുടെ പേര് മാത്രമേ ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എന്തൊക്കെയാണ് ഡയറ്റ്, ഏതൊക്കെ ഡയറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം. കാരണം കാർഡിയാക് ഡയറ്റ് ആരാണ് എടുക്കുന്നത്, റെനൽ ഡയറ്റ് ആരെടുക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങള്, ലോ സോഡിയം ഡയറ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എക്സാമിന് വരുമ്പോൾ വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. എക്കോ ഉണ്ടോ? സൗണ്ടിന് എക്കോ ഉണ്ടാടാ? വൺ മിനിറ്റ്, ഞാൻ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ടീച്ചറെ ഓക്കെ, ഇനി നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും എക്കോ തോന്നുകയാണെങ്കിൽ ഒന്ന് പറയണം, പറയാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർഡിയാക് ഡയറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോറി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കാർഡിയാക് ഡയറ്റ്, പിന്നെ റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. ഫസ്റ്റ് വരുന്നത് ഏതാണ്? കാർഡിയാക് ഡയറ്റ്. ശരിക്കും പറഞ്ഞാൽ കാർഡിയാക് ഡയറ്റ് ഏത് പേഷ്യൻസ് എടുക്കുന്നത്? നമ്മൾ കാർഡിയാക് മെഡിക്കൽ ടെർമിനോളജി എടുത്തിട്ടില്ല തോന്നുന്നു. കാർഡിയാക് എന്ന് പറയുന്നത് ഏകദേശം അറിയാലോ, കാർഡിയോളജി എന്നൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോ പറഞ്ഞതാണ്. ഹാർട്ട്. അപ്പൊ ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡയറ്റ് ആണ് ഏത്? കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡയറ്റ് ഫോക്കസ് ഓൺ റെഡ്യൂസിങ് സോഡിയം, ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ഇൻടേക്ക്. അപ്പൊ ഈ ഡയറ്റ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുന്ന സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോളിന്റെ ഒക്കെ അളവാണ് കുറയ്ക്കുന്നത്. ഇത് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് റീനൽ ഡയറ്റ്. അതിൽ വരുന്നത് റീനൽ എന്ന് പറയുന്നത് മീനിങ് എന്താണ്? കിഡ്നി. ഓക്കെ, നല്ല കുട്ടികളാണ്, പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കിഡ്നിയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എടുക്കുന്ന ഡയറ്റ് ആണ് ഏത്? റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. കിഡ്നിയുടെ ആരോഗ്യത്തിന് നമ്മൾ ഡയാലിസിസ് ഒക്കെ പഠിച്ചു തരാം നിങ്ങൾ എല്ലാവരും. ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ എടുക്കേണ്ട ഡയറ്റ് ആണ് ഏത്? റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, അതേപോലെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉള്ള പേഷ്യൻസ്, എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസ് ഒക്കെ എടുക്കേണ്ട ഡയറ്റ് ആണ് ഏത്? റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്നൊക്കെ പറയും. അതിൽ പ്രോട്ടീൻ, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നിക്ക് അത്രയും വർക്ക് ചെയ്യാനായിട്ട് എന്തില്ല, സ്ട്രെങ്ത് ഇല്ല. സോ നമ്മൾ അതിന് ലോഡ് കൊടുക്കരുത്. കിഡ്നിക്ക് അധികം ലോഡ് കൊടുക്കാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഡയറ്റ് പ്ലാൻ ചെയ്യാൻ. ദാറ്റ്സ് ഡയറ്റ് ആണ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡയറ്റ് എന്നാണ് നിങ്ങളൊന്ന് ഇത് ചെയ്യണോട്ടെ, എഡിറ്റ് ചെയ്യണേ. ഓക്കെ, അത് ഡയറ്റ് നന്നാക്കിയേക്ക് എല്ലാവരും കേട്ടോ. ഓക്കെ, അതാണ് മെയിൻ. പ്രോട്ടീൻ്റെ അളവ്, സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ നിയന്ത്രണമാണ് മെയിൻ ആയിട്ട് കിഡ്നി ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നവരുടെ നടത്തുന്നത്. എന്തൊക്കെയാണ്? പ്രോട്ടീൻ, സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇത് മൂന്നാലിന്റെയും അളവ് നിയന്ത്രിക്കുകയാണ് മെയിൻ ആയിട്ട് നടത്തുന്നത്. ഇനി ലോ സോഡിയം ഡയറ്റ് ആരാണ് എടുക്കുന്നത്? ലോ സോഡിയം ഡയറ്റ്
ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ്, BP പേഷ്യൻസ് ആണ് എടുക്കുന്നത്. സോഡിയത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡയറ്റ് ആണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവായിരിക്കും മെയിൻ ആയിട്ട് കുറയ്ക്കുന്നത്. ഹൈ BPs ഉള്ളവരാണ്, ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ളവരാണ് എന്തെടുക്കുന്നത്, സോഡിയം ഡയറ്റ് എടുക്കുന്നത്. A low sodium diet is an eating plan that people can follow to reduce the amount of sodium in their diet. So നമ്മളുടെ സോഡിയത്തിന്റെ എമൗണ്ട് കുറയ്ക്കുന്ന രീതിയിലുള്ള ഡയറ്റ് ആണ് ഇത് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് നമ്മൾ സിസേറിനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ, ഡെലിവറി ഒക്കെ കഴിഞ്ഞ സിസേറിയൻ സർജറി പേഷ്യന്റ് ഒക്കെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഒക്കെ എടുക്കുന്ന ഡയറ്റ് ആണ് ഇത് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. നമുക്ക് സിസേറിനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് എന്താ സി-സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസത്തേക്ക് നമുക്ക് എന്ത് തരില്ല, നല്ല ഹാർഡായിട്ടുള്ള ഫുഡൊന്നും തരില്ല. ആദ്യം നമുക്ക് തരുന്ന കുറച്ച് പൊടിയരിക്കഞ്ഞൊക്കെ ആയിരിക്കും. അത് സോഫ്റ്റ് ഫുഡാണ്. നമ്മുടെ ബോഡിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കാരണം അബ്ഡമൽ ഏരിയയിലാണ് ഈ പറഞ്ഞുള്ള സർജറി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് സോഫ്റ്റ് ഡയറ്റ് ആയിരിക്കും അവർക്ക് പ്രിഫർ ചെയ്യണത്. സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഏത് സോഫ്റ്റ് ഡയറ്റ് നമ്മൾ പ്രിഫർ ചെയ്യണത്. ലൈറ്റ് ഫുഡ് ലൈക്ക് ബ്രെഡ്, കഞ്ഞിയൊക്കെ പോലത്തെ ഫുഡുകൾ. ബ്രെഡ് വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല, കാരണം ബ്രെഡ് ഒക്കെ മൈദ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പൊ സോഫ്റ്റ് ആണെങ്കിലും കുറച്ച് ഹാർഡാണ്, എന്താ പറയാ, ഡൈജഷൻ പ്രോസസ്സ് പ്രോപ്പർ ആവില്ല. അപ്പൊ കഞ്ഞിയാണ്, പൊടിയരിക്കഞ്ഞിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു സെഷൻ കഴിഞ്ഞവർക്ക് സാധാരണയായിട്ട് ലിക്വിഡ് ആയിട്ടുള്ള ഫുഡുകളാണ് മെയിൻ ആയിട്ട് കൊടുക്കാറ്. എനിക്ക് തോന്നുന്നു പൊടിയരിക്കഞ്ഞി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഇതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡയബറ്റിക് ഡയറ്റ് ആണ്. ഡയബറ്റിക് പേഷ്യന്റ് മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ടത് എന്താണ്? ഷുഗർ ആണോ? ഷുഗർ മാത്രമാണോ? എന്റെ പിള്ളേരെ ഷുഗറിനേക്കാളും വലിയ വില്ലനുണ്ട് അവിടെ, കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ സോഴ്സ് ഏതാണ്? റൈസ്, അരിയാണ്. അരി ആഹാരമാണ് മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ടത്. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അരി ആഹാരം കൂടുതലായിട്ട് ഒഴിവാക്കാൻ അവോയ്ഡ് ചെയ്യാം. A diabetic diet is a diet that is used by the people with diabetes. Diabetic ആയിട്ടുള്ള പേഷ്യൻസ് എടുക്കുന്ന ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. It helps to lower the blood sugar level. ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഡയറ്റ് എടുക്കുന്നത്, ഡയബറ്റിക് ഡയറ്റ് എടുക്കുന്നത്. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ്. സോ നമ്മൾ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം. അതേപോലെ നമ്മൾ നേരിട്ടുള്ള ഷുഗറുകൾ ഉണ്ടാവില്ലേ, പഞ്ചസാര, അതേപോലെ തന്നെ സ്വീറ്റ് ഐറ്റംസ്, അതെല്ലാം കുറച്ച് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് പകരമായിട്ട് നമുക്ക് കൂടുതലായിട്ട് ലീഫി വെജിറ്റബിൾസ്, ഫൈബേഴ്സ് അടങ്ങിയ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാതൊന്നും കുഴപ്പമില്ല. ബാക്കി നമുക്ക് എന്താ ഫൈബേഴ്സ് അടങ്ങിയ ഫുഡ്, ഗോതമ്പ്, എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെയും ഗോതമ്പ് നല്ലതാണ്. ഒരുപാട് ആവാൻ പാടില്ല. ഒരു ലിമിറ്റിൽ നമുക്ക് ഗോതമ്പ് ഷുഗർ കുറയ്ക്കും, ഒരുപാടല്ല, ഒരു ലിമിറ്റ്. അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിൽ കഴിക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗ്ലൂക്കോസ് ലെവല് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. High protein diet is a diet which contains food rich in protein are beneficial for our daily routine. പ്രോട്ടീൻ കുറഞ്ഞ കിട്ടണമെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഇത് വേണം, പ്രോട്ടീൻ വേണം. നമ്മുടെ ബോഡിക്ക് ഒരു ബോഡി ബിൽഡിംഗ് ഫുഡ് ആണ് എന്ത്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് എടുക്കുന്നതാണ് പ്രോപ്പർ ഹെൽത്ത്. ഓക്കെ, നമ്മുടെ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് എടുക്കുന്നതാണ് ഇത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ലിക്വിഡ് ഡയറ്റ് കേട്ടോ. ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചില പേഷ്യൻസിന് സോളിഡ് ഫുഡുകൾ, കുഴലിലൂടെ ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ, ചില പേഷ്യൻസിന് നമുക്ക് എന്താണ് സോളിഡ് ഫുഡുകൾ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ കുഴലിലൂടെയൊക്കെ ആയിരിക്കും ഫുഡ് കൊടുക്കുന്നത്. ചിലപ്പോൾ സൂപ്പായിരിക്കും, ചിലപ്പോ ജ്യൂസ് ആയിരിക്കും, അങ്ങനത്തെ ഫുഡുകളായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിന് കഴിക്കുന്ന ഡയറ്റ് ആയിരിക്കും ഏതാണ്, ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ 7 ഡയറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വന്നില്ലേ എല്ലാവർക്കും? വന്നോ? ഓക്കെ, ഓക്കേടാ. ഇതിൽ നമുക്ക് ഇത്രയും ഡയറ്റ് പഠിക്കാനുള്ളൂ, അതുകൊണ്ടാണ്.
നമുക്കിനി ഇന്ന ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊരു ഏകദേശ ധാരണയില്ലേ. ഇനി ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. നമ്മള് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ പ്രോബബിളി ഗ്രൗണ്ട് ഫ്ലോർ ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. It is on the ground floor that this department is preferably located. സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. The design and the physical facilities of the department have an importance on the standard of the food service. അപ്പോൾ നല്ല രീതിയിലുള്ള ഡിസൈൻസും ഫിസിക്കൽ ഫെസിലിറ്റീസും നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫുഡ് സർവീസിനും നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫുഡ് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഫുഡ് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലോവർ കോസ്റ്റ്, അത്യാവശ്യം പൈസ കുറവിന് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അതേപോലെ തന്നെ മോറൽ ഓഫ് ദ എംപ്ലോയീസ്, നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ. നമ്മൾ എംപ്ലോയീസിന്റെ കാര്യം പറഞ്ഞു. സ്റ്റാഫിംഗ്, നമ്മൾ പല ചാപ്റ്റേഴ്സിലും ഓർഗാനോഗ്രാം കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഓർഗാനോഗ്രാം? ഓക്കെ, അതേപോലെ നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗാനോഗ്രാം ആണ്. അവിടുത്തെ സ്റ്റാഫുകളുടെ ഓർഡർ ആണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ആദ്യത്തേതാണ് മെഡിക്കൽ സൂപ്രണ്ട് ആണ് ആദ്യം വരുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ കീഴിലാണ് ചീഫ് ഡയറ്റീഷ്യൻ വരുന്നത്. ചീഫ് ഡയറ്റീഷ്യന്റെ കീഴിലാണ് ആര് വരുന്നത്, ഡയറ്റീഷ്യൻ വരുന്നത്. ഡയറ്റീഷ്യന്റെ കീഴിലാണ് സൂപ്പർവൈസറി, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് സൂപ്പർവൈസറി റോള് ചെയ്യുന്ന സൂപ്പർവൈസർ വരുന്നത്. സൂപ്പർവൈസറിന്റെ കീഴിലാണ് കുക്ക് പാചകം ചെയ്യുന്ന വ്യക്തിയും അതേപോലെ ബേറർ എന്ന് വെച്ചാൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന വ്യക്തിയും വരുന്നത്. കുക്കിന്റെ കീഴിലാണ്, പാചകം ചെയ്യുന്ന ആളുടെ കീഴിൽ അസിസ്റ്റന്റ് കുക്ക് ഉണ്ടാവും. ബേറർ, നമ്മള് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുടെ കീഴിൽ ക്ലീനർ ഉണ്ടാവും. ഈ ഫുഡൊക്കെ ഡെലിവറി ചെയ്തതിന് ശേഷം ക്ലീനൊക്കെ ചെയ്യുന്നുണ്ടാവില്ല, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്യുന്ന വ്യക്തികൾ വരുന്നത്. അപ്പൊ ഇതാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഓർഗാനോഗ്രാം ഓർ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കി. എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സ്. ഡയറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഏതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ലൊക്കേഷനും ഓർഗാനോഗ്രാമും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടൊന്ന് മെസ്സേജ് അയച്ചേ. ഇനിയാണ് നമ്മള് എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കണം. വായിച്ചോ? ഓക്കെ, ഇനിയാണ് നമ്മള് റോൾ ഓഫ് ഡയറ്റീഷ്യൻ നോക്കുന്നത് കേട്ടോ. എന്തെല്ലാമാണ് ഡയറ്റീഷ്യന്റെ റോള് എന്ന് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആണ് ആദ്യം വരുന്നത്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഡയറ്റ് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ഡയറ്റിനെ കുറിച്ചിട്ടുള്ള കൗൺസിലിംഗ്സ് കൊടുക്കാറുണ്ട്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ആവശ്യമുള്ള സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് കാലറീസും അതേപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറ്റിനെ കുറിച്ചിട്ട് ഔട്ട് പേഷ്യൻസിന് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഡയറ്റിനെ കുറിച്ചിട്ടുള്ള പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മളിങ്ങനെ ഡയറ്റിനെ കുറിച്ച് പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേഷ്യൻസിന് ഔട്ട് പേഷ്യൻസിന് അത് താങ്ങോ അല്ലെങ്കിൽ അത് അവർക്ക് അഫോർഡബിൾ ആണോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പിന്നെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ആണ്. ബാക്കിയുള്ള നമ്മുടെ എന്താണ് ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള സ്റ്റാഫുകൾക്കും അറ്റൻഡേഴ്സിനും വിസിറ്റേഴ്സിനും ഒക്കെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ക്യാൻറ്റീനുകൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നമ്മളെ ഡയറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെയുള്ള സ്റ്റാഫുകൾക്ക്, നേഴ്സിന്, അതേപോലെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇൻപേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ കാര്യങ്ങളാണ് ഇങ്ങനെ ഡയറ്റിൽ വേണമെങ്കിൽ പാചകക്കാരന് ചിലപ്പോൾ നല്ല രീതിയിൽ പാചകം ചെയ്യാൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഡയറ്റീഷ്യൻ വേണം ഈ കാര്യങ്ങളൊക്കെ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഈ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം റോൾ ഓഫ് ഡയറ്റീഷ്യൻ എന്തൊക്കെയാണെന്ന്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. It deals with the provisions of the meals. ഇത് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ mealsന്റെ പ്രൊവിഷൻസ് ആണ്.
എന്താണ് മീൽസ്? നമ്മളെ പ്രൊവിഷൻസ് ഓഫ് ദ മീൽസ് ടു ദ ഔട്ട് പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ മീൽസിനെ കുറിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ് സഫിഷ്യന്റ് കാലറി. അപ്പൊ നമ്മളൊരു കാര്യം ഉറപ്പുവരുത്തണം, പേഷ്യൻസിന് ഫുഡ് കൊടുക്കുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാലറീസ്, നമ്മൾ ഫുഡിന്റെ എമൗണ്ട്, പ്രോട്ടീൻ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് കാലറീസ് എന്ന് പറയുന്നത്. സഫിഷ്യന്റ് എമൗണ്ട് കാലറീസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈനിങ് ഇൽനെസ്, അവരുടെ അസുഖം കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവർക്ക് ഫുഡ് ബാലൻസ്ഡ് ഡയറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ആൻഡ് എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്, ഇനി നമ്മുടെ പേഷ്യന്റിന് എന്തെങ്കിലും ന്യൂട്രീഷണൽ അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ എന്താണ് കൊടുക്കേണ്ടതെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് നോർമൽ ഫുഡ് ഹാബിറ്റ് ഓഫ് ദ പേഷ്യന്റ് ഇൻ ദ സ്റ്റേറ്റ്, നമ്മളുടെ ഇവിടെ പേഷ്യന്റിന്റെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണ് അതും കൂടി കൺസേൺ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പേഷ്യൻസിന് കാറ്ററിംഗ് കൊടുക്കാനായിട്ട്. നമ്മള് സ്ഥിരമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ഒരാളോട് നിങ്ങൾ ഇനി അരിയാഹാരം കഴിക്കാൻ പാടില്ല, ചപ്പാത്തി മാത്രം കഴിക്കാൻ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മള് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചോറ്, അതേപോലെ കുറച്ച് എന്താ പറയാ വെജിറ്റബിൾസ്, കുറച്ച് സാലഡ്, അതേപോലെ കുറച്ച് ഏതെങ്കിലും തോരനോ, പിന്നെ ഒരു ചപ്പാത്തി. അപ്പൊ അരിയുടെ എമൗണ്ട് അവിടെ കുറച്ചു, അപ്പൊ ഒരു ചപ്പാത്തിയും കൂടി ആഡ് ചെയ്തു. അങ്ങനെ അവരുടെ ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു, ചപ്പാത്തി എന്ന് പറയുന്ന ശീലം ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു മാസം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അരി പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമുക്ക് 2 ചപ്പാത്തി കൊടുത്താൽ മതി ആ ഡയറ്റ് പ്ലാനിന്റെ. അപ്പൊ ആ അവിടുത്തെ പേഷ്യന്റ് ഫുഡ് ഹാബിറ്റ് എന്താണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡയറ്റുകൾ ഫിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്താണ് ഡയറ്റ് കൗൺസിലിങ്സ്. ഡയറ്റ് കൗൺസിലിങ്സ് നമ്മൾ ആർക്കാ കൊടുക്കണം? മെയിൻ ആയിട്ട് ഔട്ട് പേഷ്യൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഡയറ്റ് കൗൺസിലിംഗ് ചെയ്യുന്ന ഔട്ട് പേഷ്യൻസിനാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് എനിക്ക് ഡയബറ്റിക്, അല്ലെങ്കിൽ എനിക്ക് ഷുഗർ കൂടുതലായിരുന്നു. ആ സമയത്ത് ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട സമയത്ത് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, നമ്മുടെ ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യൻ ഉണ്ട്, നിങ്ങൾ എന്തായാലും ഡയറ്റീഷ്യനെ കാണണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോ അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു, ഡയറ്റീഷ്യനെ കണ്ടു. അപ്പം കണ്ടപ്പോ ഡയറ്റീഷ്യൻ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, അതെങ്ങനെയൊക്കെ കഴിക്കണം, ഏതൊക്കെ ടൈമിലാണ് കഴിക്കുന്നത്, വ്യക്തമായിട്ടുള്ള കൗൺസിലിംഗ് ആണ് അവർ നമുക്ക് തരുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സർവീസ് ആണ്. അതേപോലെ എന്റെ ഫാമിലി അല്ലെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ കഴിക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന നോർമൽ കോൺവെർസേഷൻ ആണ് ആദ്യം അവർ എന്ത് ചെയ്യുന്നത്, സംസാരിച്ചത്. എന്ത് ചെയ്യുന്നു, എന്താണ് പഠിച്ചത്, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് നോർമൽ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ മുഖേനയാണ് നമ്മളോട് ഡയറ്റീഷ്യൻ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പൊ നോർമൽ കോൺവെർസേഷനിൽ മനസ്സിലായി നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മനസ്സിലായി, കാര്യങ്ങള് ഫിനാൻഷ്യലായിട്ട് നമുക്കത് ബുദ്ധിമുട്ടാവോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലായി. അത് എനിക്ക് പ്രിഫർ ചെയ്ത ഡയറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡയറ്റ് ആയിരുന്നു. അതിന് ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തന്നത്. എന്നോട് പറഞ്ഞു മോർണിംഗ് ഒരു കാരണവശാലും അരിയാഹാരം കഴിക്കാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ വിശക്കുമ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ്, ഒരു 11 മണി അല്ലെങ്കിൽ 11 o'clock ഒക്കെ ആവുമ്പോൾ നിങ്ങൾ സാലഡ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ലഞ്ച് കുറച്ച് അരി ഭക്ഷണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിക്കാൻ പാടുള്ളൂ, ഒരുപാട് കഴിക്കരുത്. അപ്പൊ നമ്മൾ 11 മണിയാകുമ്പോ എന്ത് കഴിച്ചിട്ടുണ്ട്, കുറച്ച് സാലഡ് ഒക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ലഞ്ച് അത്ര വേണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. ഈവനിങ് നമ്മൾ ഫുഡൊന്നും കഴിക്കണ്ട. അതേപോലെ നമ്മുടെ ഷുഗറിന്റെ എമൗണ്ട് ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഷുഗറിന്റെ എമൗണ്ട് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനിപ്പോ ചായയിലൊന്നും പഞ്ചസാര ഇട്ട് കുടിക്കാറേ ഇല്ല, ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്തു. പിന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഡെലിവറിയുടെ ഒക്കെ സമയം എന്ന് പറയുമ്പോൾ കുറേ സീഡ്സ് കൊണ്ടുനോക്കും, അതൊക്കെ അവോയ്ഡ് ചെയ്തു. എനിക്കൊരു ലഡു കഴിക്കാൻ പോലും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കഴിച്ചില്ല കേട്ടോ. അതേപോലെ നൈറ്റ് എനിക്ക് ചിലപ്പോൾ ചപ്പാത്തി ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഗോതമ്പിന്റെ എന്തെങ്കിലും ദോശ, അല്ലെങ്കിൽ ഞങ്ങളുടെ റാഗിയുടെ ദോശ, നമുക്ക് ഗോതമ്പിന്റെ ദോശ പോലെ തന്നെ റാഗിയുടെ ദോശ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു.
അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നോർമൽ ആണ്, എനിക്ക് മരുന്നും മെഡിസിൻസോ അല്ലെങ്കിൽ ഇൻസുലിനോ ഒന്നും എടുക്കേണ്ട വന്നില്ല. നല്ല ഡയറ്റീഷ്യൻ ആയിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇൻസുലിൻ എടുക്കേണ്ട വരും, റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ആ ഡയറ്റീഷ്യൻ അത്രയും ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതുകൊണ്ട് ഏതൊക്കെ ഫുഡ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് വേറെ എന്തൊന്നുമില്ല, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് സുഖമായിരുന്നു. അപ്പൊ സുഖമായിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഡയറ്റ് കൗൺസിലിംഗ് ആണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. Can we give an outpatient diet clinic when the patients are referred by clinical dietitian to calculate their dietary need in the view of their എനിക്ക് 2 കുട്ടികളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്താ പറഞ്ഞത്, ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകൾ ഉണ്ടാവും പേഷ്യൻസിന്. അപ്പൊ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആണ്. അവർക്ക് അവർ വെയിറ്റിനനുസരിച്ചിട്ടുള്ള ഫുഡ് അവർ കറക്റ്റ് ആയിട്ട് കാലറീസിൽ നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ വെയിറ്റ് കൺസിഡർ ചെയ്യും, അവരുടെ അസുഖം അണ്ടർലൈൻ ദ ഡിസീസ്, അതേപോലെ അസുഖം കൺസിഡർ ചെയ്യും, ഫുഡ് ഹാബിറ്റ്സുകൾ കൺസിഡർ ചെയ്യും, അതേപോലെ മറ്റു ഫുഡ് കിട്ടാനുള്ള അവൈലബിലിറ്റി ആൻഡ് ആക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. അപ്പൊ നമുക്ക് ആ ഫുഡ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാനുള്ള കഴിവുണ്ടോ, പ്രാപ്തിയുണ്ടോ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻ, അതാണ് എക്കണോമിക് കണ്ടീഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡയറ്റ് പ്ലാൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡെലിവറിയുടെ സമയത്തായിരുന്നു കൊറോണ. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു എന്റെ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്ത്. മുരിങ്ങയിലൊക്കെ ആ സമയത്ത് അവൈലബിൾ ആണ്. അപ്പോ ചീര, മുരിങ്ങയില, അങ്ങനെ നമുക്ക് ചുറ്റുപാടും കിട്ടുന്ന ഐറ്റംസ് ഒക്കെ തന്നെയായിരുന്നു എന്റെ ഡയറ്റ് പ്ലാനിൽ ഡയറ്റീഷ്യൻ ആഡ് ചെയ്തത്. അപ്പൊ അതെനിക്ക് കുറച്ച് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല. അതേപോലെ ചെറുപയറ് ഒക്കെ ഉണ്ടായിരുന്നു ഡയറ്റിൽ. കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റി. പേഷ്യൻസ് ആർ യൂഷ്വലി ഗീവ് എ ഡയറ്റ് ടു ബി ഫോളോഡ് ബൈ them along with a certain food either to be discarded or to be preferred. നമ്മൾ എല്ലാ ഫുഡും ഉപേക്ഷിക്കാന്ന് പറഞ്ഞൊരു വിഷമാണ്. അപ്പൊ ഞാൻ ഫുഡ് എന്ന് വെച്ചാൽ അരിയാഹാരം എനിക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, കാരണം എനിക്ക് ഓൾറെഡി ചപ്പാത്തി ഇഷ്ടമാണ്. എനിക്ക് എവിടെ പോയാലും ഞാൻ ചപ്പാത്തി കഴിക്കാറ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അരിയാഹാരം കുറച്ചതിലൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഉപേക്ഷിച്ചതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ഗ്ലാസ് ചായയെങ്കിലും മധുരമിട്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞാൻ ഫുള്ള് എന്നുവെച്ചൊരു 5th month മുതൽ ഡെലിവറി കഴിയുന്ന അന്ന് വരെ, ഡെലിവറി കഴിയുന്ന അന്ന് വരെയും എന്ത് കഴിച്ചിട്ടില്ല, അരിയാഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ഡെലിവറി കഴിഞ്ഞു 2ാമത്തെ ദിവസം അല്ല, 2ാമത്തെ ദിവസം നമുക്ക് ഭക്ഷണം ഒന്നും തരില്ല, എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ ലിക്വിഡ് ഡയറ്റ് ആയിരുന്നു. അവർ തന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കൊടിയരിക്കഞ്ഞി തന്നു, പക്ഷെ കൊടിയരിക്കഞ്ഞി തന്നില്ല, കഞ്ഞിവെള്ളം തന്നത്. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡിന്റെ അമ്മനോട് പറഞ്ഞു, കുറച്ച് അരി എന്ത് ചെയ്യാൻ മിക്സിയിൽ ഇട്ട് പൊടിക്കാം, എന്നിട്ട് അതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. ഡോക്ടർ ഇത്തിരി സ്ട്രിക്റ്റ് ആണ്, കഞ്ഞിവെള്ളം മാത്രം കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായപ്പോ ഞാൻ പറഞ്ഞു, ഇത്തിരി ചോറ് അടിച്ചുകൊണ്ട് വന്നോ, എനിക്ക് വിശക്കാണ്. നമുക്ക് സിസേറിയൻ കഴിഞ്ഞ അന്ന് മുതൽ 2 ദിവസത്തേക്കൊന്നും ഭക്ഷണം കഴിക്കില്ല, വിശക്കും നമുക്ക്. നമ്മള് വിശപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ടതായപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. സോ ഞാൻ കഞ്ഞിവെള്ളമാണ് ആദ്യത്തെ ദിവസം കഴിച്ചത്. 2ാമത്തെ ദിവസം കഴിച്ചത്. ഡെലിവറിന് ഒന്നും കഴിച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരില്ല അവര്. 2ാമത്തെ ദിവസം ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കണം. 3ാമത്തെ ദിവസം രാവിലെ ആയ സമയത്ത് എന്റെ ഷുഗർ ലോ ആയി, ഭയങ്കര ഷുഗർ ലോ ആയി, ഭയങ്കരമായിട്ട് വെട്ടി വേർക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് അപ്പൊ ഭയങ്കരമായിട്ട് ലോ ആയി കഴിഞ്ഞപ്പോ അമ്മനോട് പറഞ്ഞു, നേഴ്സ് പറഞ്ഞു എന്തെങ്കിലും മറ്റൊരു വിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, കട്ടൻ ചായ എനിക്ക് എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പൊ ഈ കട്ടൻ ചായയിൽ നല്ല മധുരം ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു സ്പൂൺ ഇട്ടപ്പോലെ അത്രയും പോലെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. നന്നായിട്ട് പഞ്ചസാര ഇട്ട് ഞാൻ അപ്പോഴാണ് പഞ്ചസാര ഇട്ടിട്ട് ഷുഗർ ഇട്ട് ചായ കുടിക്കുന്നത്. എന്ത് സന്തോഷമാണ് ആയെന്നറിയാവോ. ഒരു 5 മാസത്തോളം ഞാൻ പഞ്ചസാര കഴിക്കാണ്ട് ഡെലിവറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ച ഭക്ഷണം ചായയാണ്. അത് മധുരമുള്ള ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എനിക്കായത്. അപ്പൊ ഡയറ്റ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പൊ നമ്മുടെ പേഷ്യന്റ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയില്ല. എന്നാല് അവർ പ്രിഫർ ചെയ്യുന്ന ഫുഡുകൾ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യാം, കുറച്ച് പ്രിഫറൻസ് കൊടുത്ത് അതും കൂടി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഓരോ ഡയറ്റിനും അതിൻ്റെതായ ഫുഡ്. ഇപ്പൊ BP ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഉപ്പ് ഒഴിവാക്കണം എന്ന് പറയും.
അതൊക്കെ പ്രിഫർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് ആണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്സ് ആണ് ഈ പറയുന്നത്. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ക്യാൻറ്റീൻ പ്രൊവൈഡ് ചെയ്യാം. കാരണം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യാൻ വരുന്നവര് ചിലപ്പോ 7, എനിക്ക് തോന്നുന്നു 7 to 7 ആണെന്ന് തോന്നുന്നു വർക്കിംഗ് അവേഴ്സ്, അല്ലെങ്കിൽ 7 to 8 to 7 അങ്ങനെയൊക്കെയാണ് വർക്കിംഗ് അവേഴ്സ്. അവർക്ക് പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പറ്റണമെന്നില്ല. ചിലപ്പോൾ പ്രിപ്പയർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ജോബിലൊക്കെ പോയി കഴിയൂലേ, ഹോസ്പിറ്റലൊക്കെ കയറി കഴിയുമ്പോൾ പഞ്ചിങ് ടൈം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ജോബിന്റെ ഭാഗമാണ് ടൈമിംഗ്, പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാതിരിക്കാൻ തുടങ്ങും. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റാഫുകൾക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, സർവീസുകൾ കൊടുക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, അതേപോലെ ലഞ്ച് ഉണ്ടാവും, ഡിന്നർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമുള്ള സ്നാക്സുകൾ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത്യാവശ്യം കാര്യങ്ങള് ഫുഡുകൾ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാനായിട്ട് പറ്റും. ഒരു ഓപ്ഷൻ ഉണ്ട്, ഫുഡ് കൊണ്ടുപോകുന്നില്ലെങ്കിലും നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ സ്റ്റാഫുകൾക്ക് ഉണ്ട്. ഓക്കെ, സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻസ്, പ്രൊവിഷൻസ് ഓഫ് മെയിൽ, ടീ, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ്. അപ്പൊ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്സിൽ അല്ലെങ്കിൽ ക്യാൻറ്റീനുകളിൽ മെയിൽസുകൾ ഉണ്ടാവും, ടീ ഉണ്ടാവും, സ്നാക്സ് ഉണ്ടാവും, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവും. ചീപ്പർ ദാൻ ദ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. നമ്മൾ വേറെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും കുറച്ച് പൈസ കുറവിനായിരിക്കും നമുക്ക് ഈ ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടുന്നത്. അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് സർവീസ്. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയിൽ പ്രശ്നം പേടിക്കേണ്ട കാര്യമില്ല. നല്ല ക്വാളിറ്റി ഫുഡ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്, അറ്റൻഡന്റ്, വിസിറ്റേഴ്സ്. നമുക്ക് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്സ് സർവീസുകൾ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവിടുത്തെ അറ്റൻഡന്റ് ഉണ്ടാവും, അവർക്ക് കിട്ടും. അതേപോലെ വിസിറ്റേഴ്സ്, പേഷ്യന്റ് കൂടെ കൂട്ടിരിപ്പുകാരുണ്ടാവും, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അവർക്കൊക്കെ നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. ഹോസ്പിറ്റൽ ക്യാൻ ബി മൊബൈൽ വെൻഡിങ് മെഷീൻ ഇൻ സർട്ടൻ ലൊക്കേഷൻസ് ലൈക്ക് OPD. നിങ്ങൾ വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടോ? വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടോ? ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇത് കോഫിയുടെ, ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്ത് കോഫിയുടെ വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. വർക്ക് ചെയ്ത സ്ഥാപനത്തില് ഇതേപോലത്തെ എല്ലാം ചെറുതായിരുന്നു. അവിടെ 5 രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഫി കിട്ടുമായിരുന്നു. കോഫിയുടെ വെൻഡിങ് മെഷീൻ അതെനിക്ക് ഭയങ്കര നല്ല മെഷീൻ ആണല്ലോ. അപ്പൊ നല്ല കോഫി ആയിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ കോഫി. കോഫിയുടെ ഒരു വെൻഡിങ് മെഷീന്റെ എക്സാമ്പിൾ കാണിക്കാം, ബാക്കിയൊക്കെ സ്നാക്സ് ഒക്കെയാണ്. ഇതാണ് കോഫിയുടെ വെൻഡിങ് മെഷീൻ. ടിവിയിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇതിൽ നമുക്ക് കോയിനോ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ഇവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്ലാസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഫി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഷുഗറിന്റെ ഒക്കെ ലെവലുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഭൂരിഭാഗം ഹോസ്പിറ്റൽസിലും എന്തുണ്ട്, വെൻഡിങ് മെഷീൻസ് ഉണ്ട് കോഫിയുടെ ഒക്കെ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ വെൻഡിങ് മെഷീൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കണ്ടിട്ടുണ്ടെന്ന് പറയണം. ഓക്കെ, അതാണ് കോഫിയുടെ ഒക്കെ വെൻഡിങ് മെഷീൻ. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു 5 കോയിൻ ഇട്ടാൽ മതിയായിരുന്നു. ചെറിയ കോയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കോഫി കളക്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റൽസിൽ മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻസ് എന്തുണ്ട്, ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, OPD ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ കാഷ്വാലിറ്റി ബ്ലോക്കിലൊക്കെ ഇതേപോലെ വെൻഡിങ് മെഷീൻസ് ഉണ്ടാവും. ഔട്ട് പേഷ്യൻസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ വെൻഡിങ് മെഷീൻസ് യൂസ് ചെയ്ത് കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് ഒക്കെ വരുന്ന വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ ചില ഹോസ്പിറ്റലിന്റെ അകത്ത് ചില ഒരു എന്താ പറയാ, കുട്ടികൾക്കൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയ ഷോപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. ചെറിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് പറയുന്നത്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ച് ആസ് നേഴ്സ്,
നേഴ്സിംഗ് എയ്ഡ്, റെസിഡൻസ് ചില ഹോസ്പിറ്റലിൽ താമസിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഇൻപേഷ്യൻസ്, ടെക്നീഷ്യൻസ്, കുക്ക് എക്സെട്ര കുഡ് ബി എഡ്യൂക്കേറ്റ് കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് ഫുഡ്. ബാലൻസ് ഡയറ്റ് നാക്കട്ടാ, ഡീലിൽ എന്തോ കിടക്കണത് ഡയറ്റ് നാക്കി സ്പെല്ലിങ് ഡയറ്റ് ഡയറ്റ് നാക്കി എല്ലാവരും. അത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അത് ഡയറ്റ് നാക്കാം കേട്ടോ. caloric value, the department can be in service teaching program for staff. അപ്പോൾ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്തെല്ലാം ഫുഡ്സ് ആണ് കൺസ്യൂം ചെയ്യേണ്ടത്, ബാലൻസ് ഡയറ്റ് എങ്ങനെ വേണം, കലോറിക് വാല്യൂ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറ്റ് പ്ലാനുകൾ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എഡ്യൂക്കേഷൻ കൊടുക്കുക, അവിടുത്തെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. റോൾ ഓഫ് ഡയറ്റീഷ്യൻ, ഇൻപേഷ്യന്റ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ, എല്ലാവരും വായിച്ചോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ടറി സർവീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നോക്കാം. Organized and preventive maintenance program for
എക്യുപ്മെന്റ്സ്, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അവിടുത്തെ എക്യുപ്മെന്റ്സ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ പ്രോഗ്രാംസുകളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അത് ഇവിടുത്തെ ഡ്യൂട്ടിയാണ്. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് റേറ്റ്. നമ്മൾ റീസണബിൾ ആയിട്ടുള്ള എക്കണോമിക് റേറ്റിൽ വേണം നമ്മൾ ഫുഡ് എന്ത് ചെയ്യാനായിട്ട്, സപ്ലൈ ചെയ്യാനായിട്ട്. ബൈ ടു സ്പെസിഫിക്കേഷൻ റിസീവ് ദ സപ്ലൈ, ചെക്ക് ദർ ക്വാണ്ടിറ്റി ആൻഡ് ദ ക്വാളിറ്റി സ്റ്റോർ. നമ്മളിപ്പോ ഫുഡൊക്കെ റിസീവ് ചെയ്യുമല്ലോ, അപ്പൊ സ്പെസിഫിക്കേഷൻ ഉള്ള ഫുഡുകളുടെ കറക്റ്റ് ക്വാണ്ടിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ആണോ, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡയറ്റീഷ്യൻ ചെക്ക് ചെയ്യണം. മേക്ക് പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. നമ്മളുടെ ഫുഡ് എന്ത് ചെയ്യുക, അസംബിൾ ചെയ്യുക, കൊണ്ടുവരുന്ന ഫുഡുകളൊക്കെ അതിന്റെ പോർഷൻസ് ഒക്കെ തിരിച്ച് അസംബിൾ ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ദെൻ എന്താ പറയുന്നത്, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷൻ നീഡ് ഓഫ് ദ പേഷ്യന്റ്. നമ്മുടെ പേഷ്യൻസിന്റെ ന്യൂട്രീഷൻ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യാം. ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ദ ഡയറ്റ് play an important role in treatment of various diseases. നമുക്കറിയാം എന്തൊക്കെ അസുഖങ്ങളൊക്കെ ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ദ ഡയറ്റ് പ്ലേ. നമുക്കറിയാം ഡയറ്റ് എന്തോരം ഇമ്പോർട്ടന്റ് ആണ്. ഒരാളുടെ അസുഖം കുറയ്ക്കുന്നതിൽ മരുന്നിനുള്ള അത്രയും തന്നെ ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡിനുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാം. ടു ഫോളോ എവറിഡേ ഡയറ്റ് പാറ്റേൺ. നമ്മൾ എല്ലാ ദിവസത്തെയും ഡയറ്റ് പാറ്റേൺസ് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. pattern of the patient to meet their needs throughout various disease and condition. അവരെ ഓരോ പേഷ്യൻസിന്റെയും ഡിസീസും കണ്ടീഷനും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡയറ്റ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം. ദ എവറിഡേ ഫംഗ്ഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രിപ്പയർ മീൽസ്. ശരിക്കും പറഞ്ഞാൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എല്ലാ ദിവസത്തെയും ഒരു ഫംഗ്ഷൻ ആണ് നല്ല മീൽസ്, നല്ല ക്വാളിറ്റി മീൽസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് സ്നാക്സ് ഫോർ ദ പേഷ്യൻസ് who are admitted to the hospital. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന് മീൽസും സ്നാക്സും എന്ത് ചെയ്യുക, ഡെലിവർ ചെയ്യാനുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്. ദീസ് മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ സ്ട്രിക്ട് ഗൈഡ്ലൈൻസ് ഓഫ് ദ ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ. നമ്മുടെ ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ അനുസരിച്ച് വേണം ഈ പറഞ്ഞിട്ടുള്ള മീൽസും പ്രിപ്പയർ ചെയ്യാനായിട്ട്. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് ദ പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അപ്പോൾ അതേപോലെ തന്നെ പേഷ്യൻസിന് തെറാപ്പി അറേഞ്ച് ചെയ്യുക, അവർക്ക് വേണ്ട കൗൺസിലിങ്സ് കൊടുക്കുക, ഡയറ്റ് കൗൺസിലിങ്സ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ ഇന്ന രീതിയിലാണ് നമ്മുടെ മെഡിസിന് സൈഡ് എഫക്ട് വരും, നമ്മുടെ അസുഖത്തിന് ഇന്ന പോലെയാണ് എന്നുള്ള കാര്യങ്ങൾ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ട്രെയിൻ ദ ഡയറ്റീഷ്യൻ ഇൻട്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റീഷ്യന്റെ ഇന്റേൺ ആയിട്ട് വരുന്ന വ്യക്തികളുണ്ടാവും. അവരുടെ കീഴിൽ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന വ്യക്തികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, ഡയറ്റീഷ്യൻ ആണ്. ഗീവ് ഡയറക്ഷൻ ടു നഴ്സ്, മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡന്റ് അബൌട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി. അപ്പൊ നമ്മള് നേഴ്സിനും അതേപോലെ മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിനൊക്കെ ന്യൂട്രീഷനെ കുറിച്ചിട്ടുള്ളതും അതേപോലെ ഡയറ്റ് തെറാപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ് ഒക്കെ ചെയ്യാനുള്ള ഡയറക്ഷൻസ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. Collaborate with medical staff in arranging and preparing and serving experimental metabolic research diet. അതേപോലെ മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ മെറ്റബോളിക് ആക്ടിവിറ്റി അറിയാലോ നമുക്ക്. മെറ്റബോളിക് റിസർച്ച് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് എന്താണ്, കെമിക്കൽ റിയാക്ഷൻ ആണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് മെറ്റബോളിക് റിസർച്ച്, മെറ്റബോളിക് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്താനായിട്ട് അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ടു ഹെൽപ്പ് ദ ഗുഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യന്റ്. നമ്മുടെ പേഷ്യൻസിന്റെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് ചെയ്യണം. എക്സ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഫോർ അറേഞ്ചിങ് മെനു. നമ്മൾ മെനു കാർഡ് നമുക്ക് കാണാറില്ലേ, അപ്പൊ അതിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെനൂസ് പ്രിപ്പയർ ചെയ്യാം. അത് പ്രിപ്പയർ ചെയ്യണം. ആ ഫുഡ് മെനുവിൽ മാത്രം പോരാ, നമ്മുടെ ക്യാൻറ്റീൻ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ വേണം പ്രിപ്പയർ ചെയ്യണം. സെർവിങ് ദ ഫുഡ്, അത് നമ്മൾ സെർവ് ചെയ്യണം. ആൻഡ് മാനേജിങ് ദ മീൽസ്, അവരുടെ എല്ലാവരുടെയും മീൽസ് ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, ഡയറ്റീഷ്യൻ ആണ്. ഈ കുറെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി, ഏകദേശം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആ പോയിന്റ്സുകള്. വായിച്ച് ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ നോക്കി.
ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോഗ്രാം ഫോർ എക്യുപ്മെന്റ്സ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ മെയിൻ്റെനൻസ് നടത്താന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വെൻഡിങ് മെഷീൻ ഉണ്ട്, അതിനൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ് ആര് നടത്തണം? ഡയറ്ററി നമ്മുടെ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യേണ്ടത്. വേഗം വായിക്കും എല്ലാവരും. സെവൻത്ത് പോയിന്റ് ഞാൻ നോക്കട്ടെ, എമ്മി നോക്കട്ടെ. 5, 6, 7. ടു ഫോളോ ദ എവറിഡേ ഡയറ്റ് ആണ്, അതാണ് ഡെയിലി ഡയറ്റ് ഫോളോ ചെയ്യാം. പാറ്റേൺ ടു മീറ്റ് ദ പേഷ്യന്റ് മീറ്റ്സ് ദർ നീഡ്സ് ത്രൂ ഔട്ട് ദ വേരിയസ് ഡിസീസ് കണ്ടീഷൻ. എല്ലാ അസുഖമുള്ള ആൾക്കാർക്കും അവരുടെ ഡെയിലി എവറിഡേ ഡയറ്റ് പാറ്റേൺസ് ഫോളോ ചെയ്യിപ്പിക്കാം. അപ്പൊ ചില പേഷ്യൻസിന് ഉപ്പ്, ഇപ്പൊ സോഡിയം പറ്റില്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഫുഡിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്? സോഡിയം അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല. ഉപ്പ് ചേർക്കാത്ത കുറച്ച് ഫുഡ് മാറ്റി വെക്കാം. ഷുഗർ ആണെങ്കിൽ എന്താണ്? കോഫിയില് ആ ഷുഗർ ഇടരുത്. കോഫിയോ ടീ എന്താണോ അതിൽ ഷുഗർ ഇടാത്ത ടീ കൊടുക്കുക. എന്നിട്ട് അവരുടെ ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച്, അവരുടെ അസുഖത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഡയറ്റ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക. 6th പോയിന്റ്, ടു ഇൻസ്ട്രക്ട് അബൌട്ട് ദ ഡയറ്റ് പ്ലേസ്. നമുക്കറിയാം ഡയറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? നമ്മളുടെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ട്, ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പോയാൽ നമ്മള് ഷുഗറിനുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ട്, ഡയബറ്റിക് ആണ് ആള്, ഷുഗറിനുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ട്, പക്ഷെ നന്നായിട്ട് പഞ്ചസാര കഴിച്ചുകൊണ്ടിരിക്കണം, അവിടെ എന്തായാലും എഫേർട്ട് ഉണ്ടാവണേ. നമ്മള് ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് റോളാണ് ട്രീറ്റ്മെന്റ് വഹിക്കുന്നതെന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യുക, ഉറപ്പുവരുത്തുക. അവര് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഡയറ്റീഷ്യൻ ഉണ്ട്. സിക്സ്ത് കഴിഞ്ഞാലും 7th, 8th, 9th, 10th, 11th. Give direction to nurse and medical dental students about the principles of nutrition and diet therapy. നമ്മൾ ഡയറ്റ് തെറാപ്പിനെ കുറിച്ചിട്ടും ന്യൂട്രീഷൻ നീഡ്സിനെ കുറിച്ചും അതിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടൊക്കെ ഡയറക്ഷൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുകൾക്ക്, മെഡിക്കൽ സ്റ്റുഡൻസിന്, ഡെന്റൽ സ്റ്റുഡൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന് ഒരു കാര്യം പറയാണ്, പേഷ്യൻസ് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഒരു കാരണവശാലും ഷുഗർ കൊടുക്കരുത് എന്ന്. അതൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. 8th പോയിന്റ്, എവറിഡേ ഫംഗ്ഷൻ ഓഫ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ആവശ്യമുള്ള മീൽസും സ്നാക്സും പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പൊ ഈ മീൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ അനുസരിച്ചാണോ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തെന്ന് ഉറപ്പുവരുത്താം. 11th, 12th. To keep good nutritional status of all patients. നമ്മുടെ പേഷ്യൻസിന്റെ ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള മെനു അറേഞ്ച് ചെയ്യാം, അതനുസരിച്ചിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാം, അവർക്ക് ആവശ്യമുള്ള ഫുഡ് സെർവ് ചെയ്യാം. നമ്മൾ മീൽസ് ഒക്കെ സെർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഡയറ്റീഷ്യനാണ് ഉള്ളത്. ഓക്കെ, ഞാനപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പോർഷൻ ഉള്ളൂ, എന്നാലും അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നേരത്തെ വൈൻഡപ്പ് ചെയ്യുന്നത്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഞാൻ ഫങ്ഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇത്തിരി ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നി, അപ്പൊ അതുകൊണ്ട് ഫങ്ഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി എടുത്തു തരണമായിരിക്കും. താങ്ക് യു ഓൾ.